ഈ ഈ ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഈ പ്രോഗ്രാം സ്പോൺസർമാർ പിന്മാറി, പതുക്കെ സ്പോൺസർമാരെ പിന്മാറ്റിച്ചു. ഈ പ്രോഗ്രാമിന് വലിയ സ്പോൺസർഷിപ്പ് കിട്ടും. എ ബി സിയുടെ പ്രോഗ്രാമിൻ്റെ സ്പോൺസർഷിപ്പ്, അതിന് അവർ പറയുക അഫിലിയേറ്റ് സ്റ്റേഷൻസ്, നമ്മൾ പറയുക സ്പോൺസേഴ്സ് എന്നാണ്, സ്പോൺസേർഡ് ബൈ. അവർ അഫിലിയേറ്റ് സ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ പ്രാദേശികമായി ഓരോരോ പരിപാടിക്കും ഓരോ ദിവസത്തെ വിഷയമനുസരിച്ച് സ്പോൺസേഴ്സ് ഉണ്ടാവും. ഈ പരിപാടി സ്പോൺസർമാർ പിൻവലിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഈ ഷോ ജിമ്മി കിമ്മൽ ലൈവിൽ നിന്ന് സ്പോൺസർമാർ പിന്മാറി ഒന്നാമത്തെ ഘട്ടത്തിൽ. രണ്ടാമത്തെ ഘട്ടത്തിൽ രണ്ടാമത് വന്നത് ഇതിന് പരസ്യം കൊടുക്കുന്ന പരസ്യ സ്ഥാപനങ്ങളെ മുഴുവൻ, ഷോയുടെ മെയിൻ സ്പോൺസർ ഉണ്ടാവും, പിന്നെ ഷോക്കിടയിൽ പരസ്യം കൊടുക്കുമല്ലോ, ആ പരസ്യങ്ങളെ മുഴുവൻ പിൻവലിപ്പിച്ചു. ഭരണകക്ഷിയാണല്ലോ തീർച്ചയായിട്ടും ട്രംപ്. മൂന്നാമത്തെ കാര്യത്തിൽ അവിടുത്തെ ഈ ഫെഡറൽ കമ്മ്യൂണിക്കേഷൻ കമ്മിറ്റി ഉണ്ട്, വാർത്താവിതരണ കമ്മീഷൻ ഉണ്ട്, അതിൻ്റെ ചെയർമാനെ കൊണ്ട് പ്രസ്താവന ഇറക്കിച്ചു. അതിൻ്റെ ചെയർമാൻ ബ്രെൻഡർ കാർ എന്നാണ് അയാളുടെ പേര്. അയാളെ പ്രസ്താവന പറഞ്ഞു ഇത് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നു. ഫെഡറൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റിലെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പോലുള്ള ഒരു സ്ഥാനമാണ്. അദ്ദേഹത്തെ കൊണ്ട് അതിനെതിരായിട്ട് രംഗത്ത് വരുത്തിച്ചു. വേറൊന്ന് ഈ നെക്സ്റ്റാർ മീഡിയ ഗ്രൂപ്പ്, ഇദ്ദേഹത്തിൻ്റെ ഈ പരിപാടി, ജിമ്മി കിമ്മലിൻ്റെ പരിപാടി എ ബി സി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് പല ചാനലുകൾക്കും കൊടുക്കും. അതിൽ പ്രധാനപ്പെട്ട 2 ചാനലുകൾ ഷോ മാറ്റി, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് 2 ഷോ മാറ്റി. നെക്സ്റ്റാർ മീഡിയ ഗ്രൂപ്പും സിംഗ്ലെയർ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പും, ഈ 2 കൂട്ടരും. അപ്പോൾ എന്തായി, എല്ലാവരെ കൊണ്ട് ഇപ്പോൾ ട്രംപ് നേരിട്ടിടപെട്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ഈ അങ്ങനെ ഉണ്ടല്ലോ, ശ്വാസം മുട്ടിച്ചിട്ട് ഞാനല്ല കൊന്നതെന്ന് പറയുക, അതുപോലെയാണ്. അത് ശുദ്ധവായു അടച്ചു കളയുക, കുടിവെള്ളം മുട്ടിച്ച് കളയുക, അന്നം മുട്ടിക്കുക, അതൊക്കെ ചെയ്തിട്ട് ഞാനല്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണ്. അവസാനം എന്ത് ചെയ്തു വെച്ചാൽ, ഈ ABC ഇത് നിർമ്മിക്കുന്ന മാതൃസ്ഥാപനം ഡിസ്നിയാണ്. ഡിസ്നി ഒടുവിൽ പ്രഖ്യാപിച്ചു, ഇനി ഞങ്ങൾക്ക് നിവൃത്തിയില്ല, ഞങ്ങൾ പരിപാടി അനിശ്ചിതകാലത്തേക്ക്, ഒരു ദിവസം 2 ദിവസമല്ല, ഈ ഒരു പ്രോഗ്രാം മാത്രമല്ല, അനിശ്ചിതകാലത്തേക്ക് ജിമ്മി കിമ്മൽ ലൈവ് ഞങ്ങൾ നിർത്തിവെക്കുന്നു, സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു ഡിസ്നി. അത് അവിടം വരെ കാര്യങ്ങൾ എത്തിച്ചു. അപ്പോഴും ട്രംപ് പറയുന്നത് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നാണ്.